Hey friends, welcome back to our YouTube channel. അപ്പോൾ ഞങ്ങൾ ഇന്ന് വയനാട് പോവാണ്. വയനാട് പോകാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്യാൻ നിൽക്കുകയാണ് ഞാൻ. വയനാട് പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ കാര്യമുണ്ട്, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള, അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ എന്തായാലും വയനാട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് പാക്ക് ചെയ്യാനുണ്ടാവും. കാരണം ഞങ്ങൾ പോയിട്ട് പിറ്റേന്ന് ഇങ്ങനെ വരാനൊന്നും പറ്റില്ല, നമ്മളെ ഫാമിലീസ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരെയൊക്കെ കണ്ടിട്ട് വരണം. അപ്പോൾ എന്തായാലും നമുക്ക് പാക്ക് ചെയ്യാം. ഗായ്സ്, ഞാനിങ്ങനെ സൺലൈറ്റ് അടിച്ചപ്പം അതിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നോക്കിയതാ. അപ്പോൾ നമ്മൾ സൺലൈറ്റ് അടിക്കുമ്പോൾ നമ്മളെ കണ്ണിങ്ങനെ പൂച്ചക്കണ്ണായതുപോലെ തോന്നില്ലേ? മാളൂസിന്റെ കണ്ണ് നോക്കട്ടെ. മാളൂസിന് നോക്കാൻ പറ്റുന്നില്ല വെയിലത്ത്. മാളൂസിന് സ്ലീപ്പർ ബസ്സിൽ പോകുന്ന സന്തോഷത്തിലാണ് ഗൈസ്. മാളൂസിന് ഭയങ്കര ഇഷ്ടമാണ്. പാക്ക് ചെയ്യണതൊക്കെ നീ തന്നെ പിടിച്ചോട്ടോ. അപ്പൊ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാം. അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ പെട്ടെന്ന് ഇവിടെ നിർത്തിക്കട്ടെ. ഓക്കെ, മാളൂസിന്റെ പുതിയ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? കളിക്കുവാണ്. മുടിയെല്ലാം കൂടെ അഴിച്ച് പറിച്ച് നടന്നു കണ്ടപ്പോ ഞാൻ പിടിച്ച് കെട്ടി കൊടുത്തേ. പക്ഷെ നല്ല രസമുണ്ട്, കണ്ട നോക്കട്ടെ. അപ്പം മാളൂട്ടിന്റെ ഡ്രസ്സുകളൊക്കെ ഇതാ ഇതിൽ പാക്ക് ചെയ്ത് അവളെ ഹാരി പോട്ടറിന്റെ യൂണിഫോം എടുത്തിട്ട് പോകുന്നുണ്ട് ഗൈസ്. ഇപ്പം എല്ലായിടത്തും പോകുമ്പോൾ ഹാരി പോട്ടറിന്റെ സാധനങ്ങൾ വേണം, അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മാജിക് വാണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 2 ക്യാപ്പ് എടുത്തിട്ടുണ്ട്. മാളൂട്ടീനെ സ്റ്റൈൽ ചെയ്യാൻ എങ്ങനെ തോന്നുന്നു പറയാൻ പറ്റില്ല എനിക്ക്. അപ്പം ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ചെരുപ്പുകൾ ഞങ്ങൾക്ക് കുറച്ച് ആവശ്യമുള്ളത് എല്ലാം ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെരുപ്പ്, സോക്സ്, ഷൂസൊക്കെ വെച്ചിട്ടുണ്ട്. എന്റെ ബാഗ് കാണിച്ചത് ഞാൻ എന്റെ ടെഡി ബെയറിന്റെ ബാഗ് എടുത്തിട്ടുള്ളേ. സോ ഇതില് ഒരു ഹാരി പോട്ടർ മിറർ ഉണ്ട്, ഞാനിത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട്. പിന്നെ ഒരു ഫോൺ ഉണ്ട്. അതൊക്കെ നാശായതല്ലേ മോളു? അത് സാരില്ല, മുടി നല്ല രസമുണ്ട്. ഒന്ന് തലവിലേക്ക്. ഹാരി പോട്ടറിന്റെ ക്ലോക്ക് ഉണ്ട്. ക്ലോക്ക് നാശാവാണ്ടിരിക്കാൻ ഞാൻ എടുത്ത് കൊണ്ടുപോണേ. സൂപ്പർ, എന്നാ പോവാം. അല്ല, പാക്ക് ചെയ്യാം. ബാക്കി ഇനിയുണ്ട്. ഇതെങ്ങനെയാ അടക്കണേ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബാഗ്. ക്യൂട്ടല്ലേ മമ്മ? ബാഗ് ഒന്ന് അലക്കാനായിട്ടുണ്ട്. പണ്ടത്തെയാ, കുഞ്ഞതാകുമ്പോ. ഇപ്പൊ ഉള്ളത് എടുത്തിട്ട് വരുന്ന ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഇതില് ഞങ്ങള് ഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ട്, എന്റെയും മോബിക്കാവിന്റെയും. മാളൂട്ടിന്റെ ഡ്രസ്സൊക്കെ ഇതിലാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യാം. ഇനി ഈ ട്രോളിയിലാണ് ഈ സാധനങ്ങൾ ഫുള്ള് നിറയ്ക്കേണ്ടത്. കുറച്ചൊക്കെ എൻ്റെ ഹാൻഡ് ബാഗിൽ ഇടും. അപ്പൊ ഇതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം. മാളു, അപ്പൊ മാളൂസിന്റെ സാധനങ്ങൾ, ഹെയർ ആക്സസറീസ് ആണ് കൂടുതലുള്ളത്. അതെല്ലാം ഞാൻ ആ 3 ബോക്സ് ഇപ്രാവശ്യം എടുക്കുന്നില്ല. കുറച്ച് എടുത്ത ഡ്രസ്സിന് മാച്ച് ചെയ്തതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും ഇതവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ഹാരി പോട്ടറിന്റെ. അപ്പോൾ ഇത് പിന്നെ ഓൾറെഡി ഹാരി പോട്ടർ തീമാണ്, ഗ്രിഫിൻഡർ തീമിൽ വരുന്ന മേക്കപ്പ് ബോക്സ് ആണ്. അപ്പോൾ ഇതിൽ മാളൂസിന്റെ സാധനങ്ങൾ മാളൂസ് ഇട്ട് വെക്കുകയാണ്. മേക്കപ്പ് ബോക്സ് ആണെന്നാണ് തോന്നുന്നത്, പക്ഷെ നമുക്ക് എന്തായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലേ? യെസ്, നമുക്കൊരു ക്രിസ്മസ് ക്രഞ്ചി ഇടാം. ക്രഞ്ചി വെക്കുന്നുണ്ട്. ഗിഫ്റ്റ് ഹാമ്പർ പാക്ക് ചെയ്യാം. നെക്സ്റ്റ് നമ്മള് ഒരു മാംഗോ അല്ല, ഒരു ഫ്ലവർ ആണ് ഇത്. മാംഗോയോ? ഒരു യെല്ലോ വൈറ്റ് തീം ബോണ്ട് വെച്ചു കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഗ്രീൻ കളർ ഗോൾഡൻ ഒക്കെ വരുന്നൊരു ക്ലിപ്പ് ഉണ്ട്, ബോ. പിന്നെ ഇതെന്റെ 2 ക്രാബാണ്. ക്യൂട്ടായിട്ടില്ലേ? ഭയങ്കര ഇഷ്ടമാണ്. ഈ 2 ക്രാബ്സ് വെച്ചു കൊടുക്കാം ഇവിടെ ഇങ്ങനെ. അപ്പൊ ഇനി എല്ലാം വെച്ചിട്ട് കാണാം. ബൈ. ഞാൻ ഇതിൽ എൻ്റെ നെയിൽ വെക്കുന്നുണ്ട്, നെയിലിൻ്റെ ഗ്ലൂ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സേഫ്റ്റി പിൻ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമില്ലെങ്കിൽ ഞാൻ ചുമ്മാ എടുത്ത് വെക്കുന്നതാണ് എവിടെയെങ്കിലും പോകുമ്പോൾ. പിന്നെ ഞങ്ങളുടെ 3 പേരുടെയും സൺഗ്ലാസ് വെക്കുന്നുണ്ട്. പിന്നെ ഹെഡ്സെറ്റ് വെക്കുന്നുണ്ട്. എനിക്ക് എഡിറ്റ് ചെയ്യുമ്പം ഉപകാരപ്പെട്ടേക്കാമെന്ന് കരുതി വെക്കുന്നതാണ്. ചിലപ്പോൾ ഞാൻ എടുക്കുക തന്നെ ഉള്ളത്. പിന്നെ മാളൂസിൻ്റെ പൗഡർ, മോയ്സ്ചറൈസർ, ബേബി ക്രീം, പിന്നെ സൺ പ്രൊട്ടക്ഷൻ. പിന്നെ എൻ്റെ നൈറ്റ് ക്രീം വെക്കുന്നുണ്ട്. പിന്നെ ലിപ് മാസ്ക്, അങ്ങനെ കുറച്ച് സ്കിൻ കെയർ ഐറ്റംസ് വെക്കുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ കുറച്ച് ക്രീം, അതുപോലെ ഐബ്രോ, ലിപ്സ്റ്റിക്ക്, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ ഈ ഹാൻഡ് ബാഗിലാണ് കേട്ടോ ഇടുന്നത്. പിന്നെ ഇതിൻ്റെ പുതിയ മോയ്സ്ചറൈസർ വെക്കുന്നുണ്ട്. സൺ പ്രൊട്ടക്ഷൻ നമുക്ക് ഇതിനകത്ത് പാക്ക് ചെയ്യാം.
സൺ പ്രൊട്ടക്ഷൻ ഇത്രയും ചെറിയ ബോട്ടിലാക്കി വെച്ചതുകൊണ്ട് നമുക്കിനി ഇത്രയും വലിയ സൺ പ്രൊട്ടക്ഷൻ കൊണ്ടുപോകണമെന്നില്ല. പിന്നെ ജസ്റ്റ് കോമ്പാക്റ്റും ബ്രഷും വെക്കുന്ന വേണ്ട, അത് ബാഗിൽ വയ്ക്കാം. കോമ്പും ബാഗിൽ വയ്ക്കണം. ഈ കോമ്പ് നമുക്ക് ട്രോളിയിൽ വയ്ക്കാം. പിന്നെ കുറച്ച് ഹാൻഡ് കർച്ചീഫ് ഉണ്ട്, അതൊക്കെ ബാഗിൽ വയ്ക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ മുബീൻ്റെ വാച്ച് ഉണ്ട്. പിന്നെ ജ്വല്ലറി ബോക്സ് വെക്കുന്നുണ്ട്, ഞാൻ തുറന്ന് കാണിച്ചു തരാം. ജ്വല്ലറി ബോക്സിൽ ഇതാ കുറച്ച് നെക്ക് ചെയിൻസ് ഉണ്ട്, എൻ്റെയും മുബീൻ്റെയും ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഇയറിങ്സ് ഉണ്ട്, പിന്നെ മോതിരങ്ങളുണ്ട്, പിന്നെ ഒരു ബാംഗിളും ഒരു ബ്രേസ്ലെറ്റും. ഓക്കെ. പിന്നെ മാളുവിൻ്റെ ഒരു ഹാൻഡ് ബാഗ് ഉണ്ട് ചെറുത്. പിന്നെ ഈ ബാംഗിൾസും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്, അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇതാ ഇതിൽ ഫേസ് വാഷ്, ബ്രഷ്, പേസ്റ്റ്, പിന്നെ മാളൂസിൻ്റെ ഷവർ ജെല്ല് ഒക്കെ ഉണ്ട്. ഇതും കൂടെ ഇതിൽ വെക്കാം. ഞാനിതാ ഹെയർ എക്സസറീസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. ഇവിടെ എൻ്റെ കുറച്ച് ക്യൂട്ട് ബാൻഡ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ക്രിസ്മസ് ടൈപ്പ് സ്ക്രഞ്ചി, പിന്നെ ഇവിടെ ഒരു ക്ലിപ്പ്, പിന്നെ റെയിൻഡിയറിന് പോലത്തുള്ള ക്ലിപ്പ്, പിന്നെ വേറെ ടൈപ്പ് ഓഫ് ക്ലിപ്സ്, പിന്നെ എൻ്റെ കുഞ്ഞ് ക്രാബ്സ് ഇതുപോലത്തെ. ഇത് മമ്മൻ്റെ വലിയ ക്രാബ്, ഇത് എൻ്റെ കുഞ്ഞ് ക്രാബ്സ്. ഞാൻ അതിൽ കുത്തിക്കെട്ടി ഗൈസ്, കാരണം എൻ്റെ ആകെ ഓർമ്മയുള്ളൂ, അതിന് വേണ്ടി ഒരു ബാഗ് എടുക്കണ്ടല്ലോ. അതെ. ഉള്ളത്. പിന്നെ ഇതാ ഒരു കുഞ്ഞ് മിറർ ഉണ്ട്. പിന്നെ മറ്റേ ഹെയറിൽ തേക്കുന്നതോ ഇതൊക്കെ ഉണ്ടോ ഉള്ളിലുണ്ടാവും. ഓക്കെ. പിന്നെ ഫൈനലി ഞങ്ങൾ ഫേസ് ടവൽസ് ഒക്കെ ഇതിനകത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ ഇതെടുക്കുന്നുണ്ട്, കാരണം അവിടെ വയനാട്ടിൽ നല്ല കാറ്റാണ് എന്നൊക്കെയാണ് പറയുന്നത്. സോ ഇത് ചെവിയിലിടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ക്യാറ്റിൻ്റെ ചെവിയിലിടുന്നത് എടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പം ഞാൻ ടെറസിലുള്ള തുണികളും കൂടെ ഒന്ന് എടുത്ത് വെക്കാന്ന് വിചാരിച്ച് വന്നതാണ്. ഞാൻ അവിടെ ഒരു കൊട്ടുണ്ട്, ഞാൻ അതിനനുസരിച്ച് ഡാൻസ് കളിക്കാം. വയനാട് പോണ സന്തോഷം ആ പൊലിവിലാണെന്ന് തോന്നുന്നു ആള്. അപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞും ഞാനും ഭയങ്കര സന്തോഷത്തിലാണ്. അല്ലെങ്കിലും സ്വന്തം നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ. ഗൈസ്, ഞാനിപ്പോൾ 3ാമത്തെ ഡ്രസ്സാണ് മാറ്റിയിടുന്നത്. കാരണം ഒരെണ്ണം ഇടും, പിന്നെ ബസ്സിൽ പോകുമ്പോൾ കംഫർട്ടബിൾ ആയിരിക്കില്ല എന്ന് കരുതിയിട്ട് സാധാരണ വീട്ടിലിടുന്ന എന്തെങ്കിലും എടുത്തിടും. അപ്പോൾ പിന്നെ ഇത് വീട്ടിലിടുന്നല്ലേ, ഇതെങ്ങനെയാണ് പുറത്തേക്ക് ഇടുക വിചാരിച്ചിട്ട് നല്ല ഡ്രസ്സ് എടുത്തിടും. അങ്ങനെ അവസാനം ഈ ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ നൈറ്റ് ഫുഡൊന്നും ആക്കിയില്ല ഗൈസ്. ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും എന്തെങ്കിലും സാൻഡ്വിച്ച് എന്തെങ്കിലും പിടിച്ച് കഴിക്കാം എന്ന് കരുതി. പക്ഷെ മൂവി വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ മാളുവിനാണെങ്കിൽ വിശക്കാന്നുകൊണ്ട് ചിപ്സൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. ഗൈസ്, മമ്മതാ പണികളൊക്കെ ചെയ്യണം. മമ്മതാ പണിയൊക്കെ ചെയ്യാണ് ഗൈസ്. ബാക്കിയുള്ള അതെ. അപ്പൊ ഞാന് എന്റെ ലുക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. യെസ്, മൊത്തത്തിൽ പിങ്ക് ആയിട്ടുണ്ടല്ലോ. ചെരുപ്പ് ഏതാടുന്നേ? ചെരുപ്പും കൂടെ പിങ്ക് ആക്കാമായിരുന്നു. അപ്പൊ പിന്നെ ഭയങ്കര സിമ്പിളാണല്ലോ. ഇതെങ്ങനെ ട്രിപ്പ് പോണ മാതിരി ട്രിപ്പാണ്, എന്നാലും ആ സ്കൂട്ടർ എടുത്തോ, അതിൽ പോവാം. ആ പോക്കറ്റിലെന്താ? എൻ്റെ അമ്മോ, എനിക്കൊന്നും വയ്യ. എന്തൊക്കെയാണ് അപ്പൊ കാട്ടുന്നത്? പാട്ടേക്കാമോ? സ്കൂട്ടറിൽ വാ. കണ്ടോ, സ്കൂട്ടറിൽ പോവാൻ പറ്റിയൊരു ലുക്കിലാണ് മാളൂസ് ഇറങ്ങിയിട്ടുള്ളത്. ഹെൽമെറ്റും കൂടെ വെച്ചാൽ മതി. വിയർ ഹെൽമെറ്റ് എന്ന് ഞാൻ അടിയിൽ ഇങ്ങനെ എഴുതി കാണിക്കണം. സാധാരണ വീഡിയോസിൽ അങ്ങനെ കാണുമ്പോൾ എഴുതി കാണിക്കണം എന്നാണ്. ഈ സ്കൂട്ടിയിൽ കയറുമ്പോൾ എഴുതണമെന്തോ ഹെൽമെറ്റ് ഇടണമെന്ന് വണ്ടി ഓടിക്കുന്ന സീനിലൊക്കെ എഴുതി കാണിക്കും സിനിമയിൽ. ഇടിക്കല്ലേ? ഞങ്ങൾ പോവാ.
പോവുകയാണ്. മുബിക്കാക വന്ന് മുബിക്കാകയാണ് ലേറ്റ് ആയത്. പ്രാവശ്യം 9 മണിയായി ഗൈസ്. മുബിക്കാക ലേറ്റ് ആയി ഗൈസ്. ഒരുപാട് നാളായി വയനാട് പോയിട്ട്. ഞാൻ എത്ര ഉള്ളൂ മുബിക്കാക? അപ്പൊ ഞാൻ മുടി വെട്ടി ഗൈസ്. നാട്ടിൽ പോകുമ്പോ സുന്ദരനായിട്ട് പോവാ തോന്നുന്നു. താടി വെട്ടില്ല. താടിനെ പറ്റി ഞാനും പറയാൻ നിൽക്കണ്ട ഗൈസ്. താടി പക്ഷെ കുറച്ച് നീട്ടം കൂടി അല്ലേ? അന്നൊന്ന് റെഡി ആയതായിരുന്നു. താടിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വീഡിയോ ഉണ്ടാ പോയി കാണും. ഡാർക്കാണ്. അപ്പൊ നമുക്ക് വേഗം അത് പറഞ്ഞു. മാളൂസ് സ്ലീപ്പർ ബസ്സിൽ പോവാനുള്ള പൊലിവിലായിരുന്നു. അപ്പൊ നമുക്ക് ഊബർ ബുക്ക് ചെയ്യാം ഫസ്റ്റ്. മൂവിക്കാക്ക് ജിമ്മിൽ പോണതുകൊണ്ട് മൂവിക്കാക്ക് എടുത്തോളാം പറഞ്ഞല്ലോ അല്ലെ മൂവി? ഒരു കയ്യിൽ പിടിച്ചാൽ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് രണ്ടും എടുത്തിട്ട് പോയി. മാളു അവിടെ പല്ലി ഉണ്ടായിരുന്നു. മാളു അവിടെ ഇരിക്കാൻ പോയത് പല്ലി ഉണ്ടെന്ന് പറഞ്ഞപ്പോ മൂവിക്കാക്കിനെ കാണണമെങ്കിൽ ഇങ്ങനെ പിടിക്കണം, എന്നെ കാണണമെങ്കിൽ ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ മൂവിക്കാക്ക് പിടിക്കും. അപ്പൊ സെറ്റ്. അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ഇതാ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാ ലഗേജ് ഒക്കെ അവിടെ വെച്ച്, ഇതാ 2 ലഗേജുകൾ ഇതാ ഇവിടെ ഒന്ന് അവിടെ ഒന്ന്. അതാ കസാര. അതാ ഗൈസ്, അതാ അവിടുന്ന് ചെറിയ കുത്തി വീഴണ്ട ഇനി. അപ്പൊ ഊബർ വരാൻ വെയിറ്റ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ബസ് കയറുന്നതിന് മുന്നേ കഴിക്കണം. പക്ഷെ വിശക്കുന്നുണ്ടെന്ന് ഞാൻ ഫുഡ് ആക്കിയില്ല, പാക്ക് ചെയ്യാൻ നിൽക്കണോണ്ട്. അപ്പൊ ഫുഡ് കഴിക്കാൻ നിന്ന് ലേറ്റ് ആവുമെന്ന് എനിക്കറിയാം. ഊബറിൽ പോകുന്നോണ്ട് നമുക്ക് ഞങ്ങൾ എന്തെങ്കിലും സാൻഡ്വിച്ചോ ഷവർമ എന്തെങ്കിലും പാർസൽ വാങ്ങിയിട്ട്, മറ്റാൾ എന്തൊക്കെയോ പാക്കറ്റ് ഒക്കെ പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതെ, ചോക്കോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതാ പൊന്തിച്ച് അനുസരിച്ചുണ്ട്. മാളൂസിന്റെ പുറകിൽ ഒരു ഫോണും കൊണ്ട് ആരോ നിൽക്കുന്നു. നോക്ക്, പുറത്ത് പുറത്ത്. അതൊക്കെ വീണുപോയി. ഹായ് ഗൈസ്, അപ്പം ഞാൻ ഊബർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. സോ അപ്പം ഞാൻ പാട്ട് പാടാണ്. എന്താ പാടിക്കോ. മാളുന്റെ സ്കൂളിൽ എന്താ മാളു? എന്റെ സ്കൂളിൽ ഏത് കുട്ടി അവിടെ ഞാൻ ഹെഡ്സെറ്റിൽ പാട്ട് കേൾക്കണേ. അങ്ങനെ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നു അവിടെ എത്തിയപ്പോഴേക്കും. അങ്ങനെ അവിടെ തൊട്ടടുത്തുള്ള കടയിൽ കയറിയിട്ട് ഓരോ ബർഗർ കഴിക്കാമെന്ന് കരുതി. കരഞ്ഞു, ഞാൻ ചീത്ത പറഞ്ഞു. അപ്പോൾ അവള് കരഞ്ഞു. കരേണ്ട ചാനൽ ഞാൻ വാങ്ങിത്തരാം, ഫുഡ് വാങ്ങിത്തരാം. കണ്ണിച്ചോറില്ലാത്ത എന്റെ കുട്ടി ഇന്ന് കഥ പറയുന്നു. എന്റെ കുട്ടിക്ക് തിന്നാനൊന്നും വേണ്ടെന്ന് പറയാറ് എല്ലാ നേരവും. ബർഗർ തുറക്കുന്ന സമയമല്ല, വേഗം ബസ് കാത്തു നിൽക്കൂല, വേഗം കഴിച്ചോ. ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് റോഡ് സൈഡിൽ. മാളൂസിന് സ്റ്റിക്കർ വാങ്ങിച്ചു ഗൈസ്. ഞങ്ങൾ ഫാൻസി കടയിൽ കയറിയത്. മുബിക്കാക്ക് ഇവിടെ നിന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. മോഹൻലാൽ ആവാൻ ശ്രമിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. മോഹൻലാൽ ആവാൻ ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു. പക്ഷെ എന്തോ വയ്യാത്ത മാതിരി ഉണ്ട്. എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ഈ അടുത്തേക്ക് വരില്ല, പേടി. അവിടെ ക്യാമറയിൽ എനിക്കറിയാം. ഈ ലാലേട്ടനെ അറിയില്ല, ഒറിജിനലിനെ അറിയാം. അതുപോലും അറിയില്ല. കണ്ടോ? നീ പറ. മമ്മൂട്ടിയാ? ബസ്സിൽ കയറി കിടന്നുറങ്ങാൻ പോവാം. മാളൂസ് ഇങ്ങനെ ഇരിക്കാൻ പോവാ, രാവിലെ വരെ എന്ന് പറഞ്ഞില്ല നോക്കി അല്ലേ മാളു? അപ്പോൾ മാളൂസ്
അങ്ങനെ ഇരിക്കട്ടെ. കുറച്ച് സമയം ഉറങ്ങണാണോ? മുതിക്കാക്ക് എന്താ ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ ഉണർന്നിരിക്കും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഉറങ്ങുന്നത് 10 മിനിറ്റ് ഞാൻ ചില്ലിയാ ഗൈസ്. ചില്ലാവണ്ട. ചില്ലില് നോക്കി ചില്ലിയ അതെങ്ങനെയുണ്ട്? അതെങ്ങനെയുണ്ട്? അപ്പൊ അപ്പന് നമുക്ക് വയനാട് എത്തി.